വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഹോട്ട് മിൽക്ക് കേക്ക്, അതായത് ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കേക്കാണിത്. നല്ല ടേസ്റ്റുള്ള, കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ. വളരെ കുറഞ്ഞ ചേരുവകളും വളരെ കുറച്ച് സമയം മാത്രം മതി. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട പാല് ചൂടാക്കിയിട്ടെടുക്കാം. 1/2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഏകദേശം 30 ഗ്രാമാണ് വെയിറ്റിലുണ്ടാവുക. നമുക്കിത് ചൂടാക്കിയിട്ട് ഈ ബട്ടറൊക്കെ ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഞാൻ 2 വലിയ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ്. ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചിട്ടെടുക്കാം. ഞാനിപ്പം ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് അടിക്കുന്നത്. അടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഈ പഞ്ചസാര കുറച്ചായിട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കുക. ആദ്യം തന്നെ പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല സ്റ്റിഫായിട്ട് കിട്ടില്ല. ഇങ്ങനെ എഗ്ഗ് നന്നായിട്ട് പതപ്പിച്ചിട്ടെടുക്കുക. ഇതിൻ്റെ കളറ് ഈ മഞ്ഞയിൽ നിന്ന് മാറിയിട്ട് കുറച്ച് പെയിലായിട്ടുള്ള ക്രീമിഷ് കളറിലൊക്കെ ആയിട്ട് വരും. ആ ഒരു സമയം വരെ ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഈ ഒരു പാകത്തിൽ ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1.25 കപ്പ് മൈദയാണ് ഞാൻ ഈ ഒരു കേക്കിലേക്ക് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 2-3 നുള്ളു ഉപ്പ് മാത്രം മതി. നിങ്ങൾ ഉപ്പുള്ള ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇത് അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ്ചറിലേക്ക് ഇതുപോലെ കുറച്ചായിട്ട് ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക. മൈദ മുഴുവനായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബാറ്റർ ഇരുന്ന് പോവും, ലൂസായി പോവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബാച്ച് ആക്കിയിട്ട് ഇട്ടിട്ട് വളരെ സ്ലോയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പം വീഡിയോയുടെ സ്പീഡ് കൂട്ടിയോണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. പക്ഷേ നിങ്ങളത് ചെയ്യേണ്ടത് സ്ലോയിൽ തന്നെയാണ്. മൂന്നാമത്തെ ബാച്ച് ഇട്ടിട്ട് മിക്സ് ആക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാലിൻ്റെയും ബട്ടറിൻ്റെയും മിക്സ്ചറും കൂടെ ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിക്കുന്നുണ്ട്. അതും ഇതുപോലെ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സ്ചറിനൊക്കെ ഇപ്പോൾ ചൂടുണ്ട്. ഒരുപാട് നല്ല തിളച്ച ചൂടല്ല, പക്ഷേ ചൂടുണ്ട്. പാൽ ഏകദേശം കുറച്ചൊക്കെ ചൂടായി വരുന്ന സമയത്തേക്ക് തന്നെ ബട്ടർ മെൽറ്റായി കിട്ടും. ആ ഒരു സമയം വരെ മാത്രം ചൂടാക്കിയാൽ മതി. നന്നായിട്ട് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഈ ഒരു കൂട്ട് നമുക്ക് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്രേ ആണ്. അതിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്യുക. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഓവണ് 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മുതൽ 40 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ഒരു ബേക്കിംഗ് ടൈം വരുന്നത്. അതിനുശേഷം ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി തന്നെ വന്നിട്ടുണ്ട് മുകൾ ഭാഗത്ത്. ഇനി ഞാൻ കുറച്ച് ഐസിങ് ഷുഗർ ഒന്ന് ഇതിൻ്റെ മേലെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇനി ചൂടോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചൂടോടെയും കഴിക്കാം. ഇത് ചായൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സെർവ് ചെയ്യുന്ന ഒരു കേക്കാണ്. അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല ആ ഒരു മിൽക്കി ബട്ടറി ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കുന്ന മെത്തേഡും മിക്സിങ്ങും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.